നമസ്കാരം. മിനിഞ്ഞാന്ന് രാത്രിയിൽ വളരെ യാദൃച്ഛികമായാണ് ഇന്ത്യയും അമേരിക്കയും തമ്മിൽ പുതിയ വ്യാപാര കരാറിൽ ഒപ്പിടുന്നു എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തൻ്റെ ട്രൂത്ത് സോഷ്യൽ മീഡിയയിലൂടെ പ്രഖ്യാപിക്കുന്നത്. ഇന്ത്യ അതേക്കുറിച്ചൊന്നും പറഞ്ഞില്ല. മോദി പക്ഷേ ഒരു ട്വീറ്റ് ചെയ്തു. മോദി പറഞ്ഞത് ട്രംപിന് നന്ദി, ഇന്ത്യയുടെ മേലുള്ള ചുങ്കം വെട്ടിക്കുറച്ചതിനെ എന്നാണ്. മോദി ഒരു തരത്തിലും വ്യാപാര കരാറിനെക്കുറിച്ച് ഒരു സൂചനയും നൽകിയില്ല. ഇന്ത്യയും അമേരിക്കയും തമ്മിൽ വ്യാപാര കരാറിൻ്റെ കാര്യത്തിൽ ധാരണയായെന്ന് ട്രംപ് പ്രഖ്യാപിച്ചതോടെ ലോകമാധ്യമങ്ങളൊക്കെ അത് ഏറ്റെടുത്തു. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം ട്രംപ് അധികാരത്തിലെത്തിയതിനു ശേഷം വഷളായി നിൽക്കുന്ന സാഹചര്യത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ നല്ല ബന്ധത്തിലേക്ക് വരുന്നത് ലോക സമ്പദ് വ്യവസ്ഥയ്ക്ക് നല്ല വാർത്തയാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും അത് ഏറ്റെടുത്തു. നിർഭാഗ്യവശാൽ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഇന്ത്യയിലെ പ്രതിപക്ഷം, അത് കോൺഗ്രസ് പാർട്ടിയാണെങ്കിലും CPM ആണെങ്കിലും, ഇതിൻ്റെ ദോഷം മാത്രം കണ്ടെത്തി നല്ലതിനെക്കുറിച്ച് ചർച്ച ചെയ്യാതെ പ്രതിരോധവും ബഹളവും തുടങ്ങി. CPIന്റെ കേന്ദ്ര കമ്മിറ്റി അംഗവും രാജ്യസഭാംഗവുമായ ജോൺ ബ്രിട്ടാസ് പറഞ്ഞത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി മോദിയാണെന്ന് മറന്നുപോയി ട്രംപ് ആണ് എന്ന് വിശ്വസിക്കേണ്ട സാഹചര്യമുണ്ടെന്നാണ്. രാഹുൽ ഗാന്ധി അതിനേക്കാൾ രൂക്ഷമായ ഭാഷയിലാണ് മോദി ട്രംപിനെ പേടിക്കുന്നു, ട്രംപിന് മുമ്പിൽ അടിയറോ വെച്ചു എന്ന് പറയുന്നത്. ഈ ആരോപണങ്ങൾ കേവലം പ്രതിപക്ഷത്തിൻ്റെ ആരോപണം മാത്രമാണെന്ന് വിവേകമുള്ളവർക്കും വിവരമുള്ളവർക്കും തിരിച്ചറിയാം. അതിനാദ്യം മനസ്സിലാക്കേണ്ടത് ട്രംപിൻ്റെ രീതിയും ട്രംപ് എന്താണെന്നുമാണ്. ട്രംപ് ഒരു ഏകാധിപതിയെ പോലാണ് പെരുമാറുന്നത്. അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ നേട്ടങ്ങളും അമേരിക്കയുടെ നേട്ടവും മാത്രമേ ഉള്ളൂ. ഒരുപക്ഷെ പാശ്ചാത്യ രാജ്യത്ത് ഇതിനു മുമ്പ് കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള രാഷ്ട്രീയമാണ് ട്രംപ് നടത്തുന്നത്. സാധാരണ ഈ പാശ്ചാത്യ ലോകത്ത് ഉയർന്ന രാഷ്ട്രീയ ധാർമ്മികതയുണ്ട്. കോവിഡ് കാലത്ത് പാർട്ടി നടത്തിയതിൻ്റെ പേരിൽ മന്ത്രിസ്ഥാനം പോയവരുണ്ട്. 20 പേരിൽ കൂടുതൽ പാർട്ടി നടത്തരുത് എന്ന് പറയുമ്പോൾ അതനുസരിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണ്. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി സീറ്റ് ബെൽറ്റ് ഇടാത്തതിൻ്റെ പേരിൽ ഫൈൻ അടച്ചത് നമ്മൾ കണ്ടു. ഇത്തരത്തിൽ ഉയർന്ന രാഷ്ട്രീയ ധാർമ്മികതയുണ്ട്. അതിനെയാണ് ട്രംപ് മാറ്റിമറിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരിക്കലും സ്വകാര്യമായി ധനം സമ്പാദിക്കാൻ പാശ്ചാത്യ രാഷ്ട്രീയ ധാർമ്മികത അംഗീകരിക്കുന്നില്ല. വലിയ എതിർപ്പുണ്ടാവും. എന്നാൽ ട്രംപ് ചെയ്യുന്നത് എന്താണ്? ട്രംപ് തൻ്റെ സ്വകാര്യ ധനവർദ്ധനവ് നടത്തിക്കൊണ്ടിരിക്കുന്നു. ട്രംപിൻ്റെതായ രീതിയിലൊരു ക്രിപ്റ്റോ കറൻസി ഉണ്ടാക്കിയിരിക്കുന്നു. ആ ക്രിപ്റ്റോ കറൻസി കച്ചവടം ട്രംപ് എല്ലാത്തിൻ്റെയും പിന്നാമ്പുറത്ത് നടപ്പിലാക്കും. ഈ ക്രിപ്റ്റോ കറൻസി ഇടപാടിന് ട്രംപ് ഇറങ്ങുന്നത് ദുർബല രാഷ്ട്രങ്ങളുടെ അടുത്താണ്. അഴിമതിയും തട്ടിപ്പും വെട്ടിപ്പും ഒക്കെ നടക്കുന്ന രാജ്യങ്ങൾ തപ്പിപ്പിടിച്ച് അവിടുത്തെ രാഷ്ട്രീയക്കാർക്ക് കപ്പം കൊടുത്ത് അവരുടെ നേതൃത്വത്തിൽ ഈ ക്രിപ്റ്റോ കറൻസി സംവിധാനം തുടങ്ങി കോടികൾ ഉണ്ടാക്കുന്ന പണിയാണ് ട്രംപ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് അറബ് രാജ്യങ്ങളിലും ചെയ്യുന്നുണ്ട്, പാകിസ്ഥാൻ പോലുള്ള രാജ്യങ്ങളിലും ചെയ്യുന്നുണ്ട്. അതേസമയം ഇത് ട്രംപിന് തിരിച്ചടിയാവാതിരിക്കാൻ ട്രംപ് കൃത്യമായി പൊളിറ്റിക്കൽ കാൽക്കുലേഷനോടെയാണ് കാര്യങ്ങൾ നീക്കുന്നത്. അമേരിക്കയുടെ പൊതു താല്പര്യം സംരക്ഷിക്കുന്ന തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ എടുക്കുന്നുണ്ട്. ട്രംപ് വ്യക്തിപരമായ നേട്ടങ്ങൾ ഉണ്ടാക്കുമ്പോഴും അമേരിക്കക്കാർ ട്രംപിനെ വെറുക്കാത്തതിൻ്റെ കാരണം, ട്രംപിൻ്റെ മൂല്യം ഉയരുന്നതിൻ്റെ കാരണം, അമേരിക്കക്കാർ ദീർഘകാലമായി ആഗ്രഹിച്ചിരുന്ന പല പദ്ധതികളും ട്രംപ് നടപ്പിലാക്കുന്നു എന്നതാണ്. അതിലൊന്ന് അനധികൃത കുടിയേറ്റക്കാരെ നിയന്ത്രിക്കുന്നതാണ്. അമേരിക്കയിലേക്ക് ഒരുത്തനും ഇപ്പോൾ കയറി വരുന്നില്ല. അല്ലെങ്കിൽ ആയിരക്കണക്കിന് മനുഷ്യർ എല്ലാ ദിവസവും അഭയം തേടി എത്തുമായിരുന്നു. അതിലിപ്പോൾ ഒരുത്തനും വരുന്നില്ല. അതിർത്തിയെല്ലാം കെട്ടിയടച്ചു. അങ്ങനെ അമേരിക്കയിലേക്ക് വരുന്ന ഈ അനധികൃത കുടിയേറ്റക്കാരെ നിയന്ത്രിക്കുകയും അമേരിക്കയിലുള്ള അനധികൃത കുടിയേറ്റക്കാരെ നിർദ്ദയം കയറ്റി അയക്കുകയും ചെയ്തതോടെ അമേരിക്കൻ ജനതയ്ക്കിടയിൽ വലിയ പ്രീതിയുണ്ടായി. മാത്രമല്ല, അമേരിക്കയുടെ സമ്പദ് വ്യവസ്ഥയെ പിടിച്ചു നിർത്താൻ ട്രംപ് മുഷ്ടി ചുരുട്ടിയാണ് രംഗത്തിറങ്ങിയിരിക്കുന്നത്. ഈ മുഷ്ടി ചുരുട്ടൽ ലോകക്രമത്തിൽ തന്നെ മാറ്റമുണ്ടാക്കി, സഖ്യങ്ങളിൽ വലിയ തടസ്സമുണ്ടാക്കി. ഓർക്കണം, ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാർമർ ട്രംപിനോട് എതിരിട്ടുകൊണ്ട് പോയിരിക്കുന്നത് ചൈനയ്ക്കാണ്. ചൈനയുമായി കരാറിൽ ഏർപ്പെടാൻ ശ്രമിക്കുന്നു. കനേഡിയൻ പ്രധാനമന്ത്രി ഡാവോസിലെ വേൾഡ് എക്കണോമിക് ഫോറത്തിൽ ട്രംപിനെതിരെ ആഞ്ഞടിക്കുകയായിരുന്നു. നമുക്ക് മദ്യശക്തികൾ, അതായത് ട്രംപിനെ പോലുള്ള അമേരിക്കയെ പോലുള്ള വൻശക്തികളെ ഒഴിച്ചു നിർത്തി മദ്യശക്തികളുടെ ഒരു ശാക്തീകൃത ഗ്രൂപ്പ് ഉണ്ടാക്കണമെന്ന് വരെ കനേഡിയൻ പ്രധാനമന്ത്രി പറഞ്ഞു. ഫ്രഞ്ച് പ്രസിഡന്റ് അമേരിക്കയെ വെല്ലുവിളിച്ചു. ഇത്തരത്തിൽ അമേരിക്കയുടെ സഖ്യകക്ഷികൾ വരെ വിഭജിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഈ കരാർ ഉണ്ടായത് എന്നത് ഇതിൻ്റെ ചരിത്രം പരിശോധിക്കാത്തവർക്കാണ് ബുദ്ധിമുട്ടായി തോന്നുന്നത്. ഇത് വലിയ സംഭവമാണ്. കിറ്റക് സാഹു പറഞ്ഞതുപോലെ ഇന്ത്യക്ക് ലോകത്തിൽ ഏറ്റവും മുന്നിൽ വരാൻ പറ്റുന്ന മഹാസംഭവമാണ്. പറയുമ്പോൾ ശരിയാണ്. ഈ വിമർശനം ഉന്നയിക്കുന്ന പ്രതിപക്ഷം ചോദിക്കുന്നത് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് നികുതി ഇല്ലാതെ ഇങ്ങോട്ട് വരാം, അതേസമയം ഇന്ത്യയിലെ ഉൽപ്പന്നങ്ങൾ അങ്ങോട്ട് പോകണമെങ്കിൽ 18% നികുതി വേണം. അത് ശരിയാണോ? അപ്പോൾ ട്രംപല്ലേ ജയിച്ചത് എന്നാണ് ചോദ്യം. പക്ഷെ അവർ മറന്നു പോകുന്നു, ഇതാണ് ട്രംപ്. ട്രംപ് ബേസ് റേറ്റ് നിശ്ചയിച്ചിരിക്കുന്നു.
ആ ബേസ് റേറ്റ് എല്ലാവരും കൊടുക്കണം. കാരണം അമേരിക്കയ്ക്കല്ല ആവശ്യം, മറ്റ് രാജ്യങ്ങൾക്കാണ് ആവശ്യം. മറ്റ് രാജ്യങ്ങൾ അങ്ങോട്ട് സാധനങ്ങൾ കയറ്റി അയക്കണമെങ്കിൽ അമേരിക്കക്കാർക്ക് നികുതി വേണം എന്ന് ട്രംപ് പോളിസി എടുക്കുന്നു. ആ പോളിസിയെ മാറ്റാൻ ആർക്കും കഴിയില്ല. യൂറോപ്യൻ യൂണിയനും ജപ്പാനും പോലും 15% കൊടുക്കണം, ബ്രിട്ടൻ 10%. ഇതാണ് ഏറ്റവും കുറഞ്ഞത്. ബാക്കി എല്ലാ രാജ്യങ്ങളും ട്രംപിന്റെ സ്വന്തം എന്ന് പറയുന്ന ബംഗ്ലാദേശും പാകിസ്ഥാനും പോലും 19-20% കൊടുക്കുന്നത്. ചൈന 35%. സ്പെഷ്യൽ റിലേഷൻഷിപ്പാണ് കാനഡയും അമേരിക്കയും തമ്മിൽ. കാനഡയും അമേരിക്കയും ഏതാണ്ട് ഒരു രാജ്യം പോലാണ് ചരിത്രാതീത കാലം മുതൽ. ആ കാനഡ 35% നികുതി അടയ്ക്കണം. അവിടെയാണ് ഇന്ത്യക്ക് 18% എന്ന വലിയ ഇളവ് ഇടിവ് കിട്ടിയിരിക്കുന്നത്. അപ്പോഴും നമ്മുടെ പ്രതിപക്ഷം ചോദിക്കുന്നു, അത് ശരിയല്ലല്ലോ, ഇങ്ങോട്ട് 0 അങ്ങോട്ട് 18, ശരിയാണോ? ഒറ്റ ചോദ്യത്തിൽ ശരിയാണെന്ന് തോന്നുന്നു. പക്ഷെ അങ്ങനെ ട്രംപിനോട് കച്ചവടം നടക്കൂ. ട്രംപ് അല്ലാതെ ഒരു വിട്ടുവീഴ്ചയ്ക്കും ഒരുക്കമല്ല. ട്രംപ് ബേസ് റേറ്റ് നിശ്ചയിച്ചിരിക്കുന്നു. ആ ബേസ് റേറ്റിൽ താഴെ എത്തുകയാണ്. നമ്മുടെ മുമ്പിൽ ഒരു വഴിയുള്ളൂ, വേണ്ടത് വെക്കാൻ കച്ചവടം. പക്ഷെ നമുക്ക് അമേരിക്കയുമായി കച്ചവടം വേണ്ടെന്ന് വെച്ചാൽ നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ ബാധിക്കും. അമേരിക്കയും നമ്മളും തമ്മിലുള്ള പ്രശ്നം രൂക്ഷമായപ്പോൾ തന്നെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഇളക്കം തട്ടി. ഇന്ത്യൻ രൂപയുടെ മൂല്യം ക്രമാതീതമായി ഇടിഞ്ഞു. ഇതാ ഈ പ്രശ്നം പരിഹരിക്കുന്നെന്ന് സൂചന വന്നതോടെ ഇന്നലെ വിപണിയിൽ സംഭവിച്ചത് എന്താണ്? BSEയും NSEയും കുതിച്ചുയർന്നു. BSE ഏതാണ്ട് 2000 പോയിന്റാണ് ഉയർന്നത്. NSE ഏതാണ്ട് 600-ലധികം പോയിന്റ് ഉയർന്നു. ഈ അടുത്ത കാലത്തുണ്ട് ഏറ്റവും വലിയ ഉയർച്ചയാണ് ഇന്ത്യൻ ഓഹരി വിപണിക്ക് ഇന്നലെ ഉണ്ടായത്. ഇന്നും അത് തുടരും. ഇപ്പൊ കിറ്റക്സിന്റെ ഓഹരി മാത്രം നോക്കുക. കിറ്റക്സ് 800 രൂപ വരെ കിടന്ന ഓഹരി വില 120-130 രൂപയിലേക്ക് താന്നിരുന്നു. അത് ഒറ്റയടിക്ക് ഏതാണ്ട് 190 എത്തി. 20% ഉയർന്നു. 20% ഉയർന്നത് ക്യാപ്പാണ്, മാർക്കറ്റ് ക്യാപ്പാണ്. അതിനപ്പുറത്തേക്ക് വരാൻ കഴിയില്ല. മാക്സിമം ഇന്ന് ഉയരും. ഇത്തരത്തിൽ ഇന്ത്യൻ വിപണിയെ പോസിറ്റീവായി ബാധിച്ചത് എന്തുകൊണ്ടാണ്? ദീർഘകാലത്തിന് ശേഷം രൂപയുടെ മൂല്യം വർദ്ധിച്ചു. 90 രൂപയിലേക്ക് താന്നു. 93 വരെ എത്തിയിരുന്നു ഓർക്കണം. ഇന്ത്യൻ രൂപയുടെ മൂല്യശോഷണമാണ് ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി. അതിനുപോലും താൽക്കാലികമായ പരിഹാരം ഉണ്ടാക്കാൻ കഴിഞ്ഞു ഈ ഒരു കരാർ പ്രഖ്യാപനം. അതുകൊണ്ടാണ് വിപണി ഇങ്ങനെ പ്രതികരിക്കുന്നത്. എന്നിട്ടും പ്രതിപക്ഷം പറയുന്നു ഇന്ത്യ കീഴടങ്ങി, ഇന്ത്യ തോറ്റു എന്നൊക്കെ. ട്രംപിന്റെ ചില സവിശേഷതകളുണ്ട്. ആ സവിശേഷതകളെ നമുക്കാർക്കും തിരുത്തിയെടുക്കാൻ കഴിയില്ല. ട്രംപ് തൻ്റെ വ്യക്തിപരമായ താല്പര്യവും അമേരിക്കയുടെ താല്പര്യവും മാത്രമാണ് നോക്കുന്നത്, സഖ്യകക്ഷികളുടെ താല്പര്യം നോക്കുന്നില്ല. അങ്ങനെ ഒരു ട്രംപിനോട് ഡീല് ചെയ്യാതിരിക്കാൻ ലോകത്തൊരു രാജ്യത്തിന് സാധ്യമല്ല. ട്രംപിനെ വെല്ലുവിളിക്കുന്ന രാജ്യങ്ങളും അമേരിക്കയുമായി സൗഹൃദത്തിൽ പോകാതിരിക്കാൻ കഴിയില്ല. അവിടെ ഏറ്റവും മെച്ചപ്പെട്ട വ്യാപാര കരാറിൽ എത്തി എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. മാത്രമല്ല, ഈ വ്യാപാര കരാറിന്റെ ഒരു ഔട്ട്ലൈൻ മാത്രമായിട്ടുള്ളൂ. ഇപ്പൊ ചോദിക്കുന്നുണ്ട്, മോദി എന്തുകൊണ്ട് പ്രഖ്യാപിക്കുന്നില്ല? പ്രഖ്യാപിക്കാൻ അന്തിമ രൂപമായിട്ടില്ല. ഒരു ധാരണ എത്തിയിട്ടുണ്ട് ഏതൊക്കെ മേഖലയിൽ. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, ഈ വ്യാപാര ചർച്ചകൾ നീണ്ടുപോയത് റഷ്യൻ എണ്ണയുടെ പേരിലൊന്നുമല്ല. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങണ്ടെന്ന് ഇന്ത്യ തീരുമാനിച്ചു, ഇന്ത്യ കീഴടങ്ങി എന്നാണ് പ്രതിപക്ഷം പറയുന്നത്. അങ്ങനെയല്ല. റഷ്യയിൽ നിന്ന് എന്നാണ് ഇന്ത്യ എണ്ണ വാങ്ങാൻ തുടങ്ങിയത്? ഈ അടുത്ത കാലത്ത് യുക്രൈനും റഷ്യയും തമ്മിൽ യുദ്ധം ആരംഭിച്ചപ്പോൾ യൂറോപ്പിലേക്കുള്ള റഷ്യയുടെ എണ്ണപ്പോക്ക് നിന്നു. ആ സാഹചര്യത്തിൽ ഇന്ത്യ അവസരം മുതലെടുക്കാൻ വേണ്ടി ഇന്ത്യയുടെ എണ്ണ വാങ്ങൽ അങ്ങോട്ട് മാറ്റി. കഴിഞ്ഞ വർഷമൊക്കെ 30-35% എണ്ണ വരെ നമ്മൾ എത്തിച്ചു. നമുക്കൊരു അവസരം കിട്ടിയപ്പോൾ ആ താൽക്കാലിക അവസരം നമ്മൾ മുതലെടുത്തു. അതിനു മുൻപ് ഈ യുക്രൈൻ യുദ്ധം വരെ റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള എണ്ണ വ്യാപാരം ശക്തമല്ല. അതുകൊണ്ട് ഇത് തൽക്കാലത്തേക്ക് ഇന്ത്യ ശ്രമിച്ചതാണ്. അതിൽ ഇന്ത്യ നേട്ടം കൊയ്തു. ഇപ്പോൾ എക്കാലത്തും അത് സാധ്യമല്ല. അത് റഷ്യയ്ക്കും അറിയാം. കാരണം റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള എണ്ണ വ്യാപാരം ചരിത്രപരമല്ല. റഷ്യയും ഇന്ത്യയും തമ്മിലുള്ളത് പ്രതിരോധ വ്യാപാരമാണ്. അതിലെന്തെങ്കിലും കുഴപ്പം വന്നിട്ടുണ്ടോ? ഇതുവരെ ഒരു സൂചനയുമില്ല. ഇപ്പൊ റഷ്യയിൽ നിന്ന് S-400 വാങ്ങാൻ പാടില്ല, റഷ്യയിൽ നിന്നും യുദ്ധവിമാനങ്ങൾ വാങ്ങാൻ പാടില്ല എന്ന് മോദി സമ്മതിച്ചു കൊടുത്തെങ്കിൽ ഗൗരവമേറിയ വിഷയമാണ്. ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് പ്രതിരോധ കരാറിലേക്ക് പോയിട്ടേ ഇല്ല. റഷ്യയുമായുള്ള എണ്ണ വ്യാപാരത്തിൽ ഇന്ത്യ കുറവ് വരുത്തണം. ഇതിനെ ഒരു വലിയ വീഴ്ചയായി എങ്ങനെയാണ് കാണുന്നത്? ഇതെങ്ങനെയാണ് കീഴടങ്ങലാവുന്നത്? ട്രംപ് സകലരെയും കീഴടക്കി സൗഹൃദ രാജ്യങ്ങളെ പോലും ഭയപ്പെടുത്തി പോകുമ്പോൾ ഇന്ത്യ മെച്ചപ്പെട്ട ഡീൽ ഉണ്ടാക്കിയിരിക്കുന്നു. ഇതിന്റെ മേന്മ മനസ്സിലാക്കാൻ എന്തുകൊണ്ടോ പ്രതിപക്ഷത്തിന് കഴിയുന്നില്ല. മാത്രമല്ല, ഈ വ്യാപാര കരാറിന്റെ ഒരു പ്രത്യേകത വളരെ ഗൗരവത്തോടുകൂടി ഞാൻ ശ്രദ്ധിച്ചത്, ഇപ്പോൾ ഇന്ത്യക്കൊരു സ്വപ്നമുണ്ട്. 2047 വികസിത രാജ്യമാവണം. ആ വികസിത രാജ്യമാകണമെങ്കിൽ ഈ 150 കോടി ജനങ്ങളുള്ള ഈ രാജ്യത്തെ ജനങ്ങളെ കാര്യക്ഷമമാക്കണം. നമുക്ക് അടിസ്ഥാന സൗകര്യ വികസനം വേണം. അതിനാണ് ബജറ്റിൽ മുൻഗണന കൊടുത്തിരിക്കുന്നത്. അടിമുടി അടിസ്ഥാന സൗകര്യ വികസനം നടന്നുകൊണ്ടിരിക്കുന്നത്. റെയിലുകളെ, റോഡുകളെ, ട്രെയിനുകളെ, ബസ്സുകൾ ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതൊരു വശത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. നമുക്ക് സാങ്കേതിക മികവ്, നൈപുണ്യ വികസനം വേണം. ഈ നൈപുണ്യ വികസനം നമുക്ക് പറ്റിയ ഫോഴ്സ് ഉണ്ട്, മനുഷ്യ വിഭവശേഷിയുണ്ട്. ആ മനുഷ്യ വിഭവശേഷിയെ ട്രെയിൻ ചെയ്തെടുക്കാൻ നമുക്കറിയാം. ഇതിനെ സാങ്കേതിക മികവുള്ള മനുഷ്യ വിഭവശേഷിയാക്കി മാറ്റണം. അതുകൊണ്ട് ഇപ്പോഴുള്ള എല്ലാ വ്യാപാര കരാറിലും നമ്മൾ എടുക്കുന്നൊരു നിലപാട്, ഇങ്ങോട്ട് വലിയ വ്യവസായങ്ങൾ വന്നാൽ ആ വ്യവസായത്തിൽ നമുക്ക് കൂടി മാനുഫാക്ചറിങ് പങ്ക് വേണം. അത് ഏത് നിർമ്മാണമാണെങ്കിലും
ആ നിർമ്മാണം നമുക്ക് കൂടി സാങ്കേതിക വിദ്യ കൈമാറ്റം ചെയ്യണം. ഇത് അമേരിക്കൻ കരാറിലുമുണ്ട്. അത് ഇന്ത്യയുടെ മാനുഫാക്ചറിംഗ് സാധ്യത വർദ്ധിപ്പിക്കുകയാണ്. പിന്നൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇന്ത്യൻ കർഷകരെ ബാധിക്കുന്ന ഒരു വിഷയം കാർഷിക മേഖലയിലായിരുന്നു. ഇന്നലെ അമേരിക്കയുടെ വ്യാപാര പ്രതിനിധി പറഞ്ഞു, രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, വ്യാപാര കരാറിന് ഇതൊരു രൂപം കൊടുത്തിട്ടില്ല. വ്യാപാര കരാറിനെ കുറിച്ച് ഒരു വേഗമായിട്ടുള്ള ധാരണയിലെത്തി ട്രംപ് പ്രഖ്യാപിച്ചു. ഇനിയും സെക്ടർ വൈസ് ആയിട്ടുള്ള ഒരു അടുക്കും ചിട്ടയും വേണം, പ്രത്യേക പോളിസികളും ചട്ടങ്ങളും വേണം. അതൊക്കെ ഇനി സമയമെടുക്കും. ആ ചർച്ചകൾ നടക്കുന്നതേ ഉള്ളൂ. എന്ന് മാത്രമല്ല, ഈ വ്യാപാര സെക്രട്ടറി സ്ഥിരീകരിച്ചു പറഞ്ഞ രണ്ടാമത്തെ കാര്യം, കാർഷിക മേഖലയിൽ ഇന്ത്യ ചില റിസർവേഷൻ ആവശ്യപ്പെടുന്നുണ്ട്, അത് അംഗീകരിച്ചിട്ടുണ്ട് എന്നതാണ്. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര കരാർ ഇതുവരെ നീണ്ടുപോകാൻ കാരണം അളവില്ലാതെ അമേരിക്കൻ കാർഷികോൽപ്പന്നങ്ങൾ ഇന്ത്യയിലേക്ക് ഡംപ് ചെയ്യാൻ ശ്രമിച്ചു, അതിനെ എതിർത്തു എന്നതാണ്. ഒടുവിൽ ഇന്ത്യയുടെ പിടിവാശിക്ക് വഴങ്ങുകയാണ് ചെയ്തത്. ചോളം, അല്ലെങ്കിൽ സോയാബീൻ, അല്ലെങ്കിൽ പാലുൽപ്പന്നങ്ങൾ, അല്ലെങ്കിൽ ബീഫ്, അരി, ഇതൊന്നും ഇങ്ങോട്ട് ഇഷ്ടം പോലെ ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് 0% നികുതിയിൽ കയറ്റിവിടാൻ പറ്റില്ല. അതൊക്കെ റിസർവ് ചെയ്തിരിക്കുകയാണ്. ഇന്ത്യൻ കാർഷിക വിപണിയെ ദോഷമായി ബാധിക്കുന്ന ഒന്നും ഇന്ത്യ സമ്മതിച്ചിട്ടില്ല എന്നത് വ്യക്തമാകുമ്പോൾ തീർച്ചയായും ഈ വ്യാപാര കരാർ ഇന്ത്യക്ക് അനുകൂലമാണ്. ഇന്ത്യയും അമേരിക്കയും തമ്മിലുണ്ടായിരുന്ന പ്രശ്നം ഈ വിഷയങ്ങളിൽ ഇതിൽ ഇന്ത്യ വിജയിച്ചു. ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ തന്നെ ഇന്ത്യ അതിനൊന്നും വഴങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അമേരിക്ക സമ്മതിച്ചു, അമേരിക്ക കീഴടങ്ങി. യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ കരുത്തിനു മുമ്പിൽ, ഇന്ത്യയുടെ സോഫ്റ്റ് പവറിന് മുമ്പിൽ അമേരിക്കയുടെ കീഴടങ്ങലാണ് നമ്മൾ കണ്ടത്. അതിന് കാരണമുണ്ട്. ഇന്ത്യ അമേരിക്കയുടെ കെഞ്ചാൻ പോയില്ല. അപ്പം കനേഡിയൻ പ്രധാനമന്ത്രിയായിരുന്ന ജസ്റ്റിൻ ട്രൂഡോ അവിടെ ചെന്ന് ട്രംപിന്റെ കാലിൽ പിടിച്ചു. എല്ലാ പാശ്ചാത്യ രാജ്യ ഭരണാധികാരികളും അവിടെ ചെന്ന് ട്രംപിനോട് സഹായിക്കണമെന്ന് പറഞ്ഞു. ഇന്ത്യ അതിന് പോയില്ല. ഫോൺ എടുക്കാൻ പോലും വിസമ്മതിച്ചു എന്നായിരുന്നു വാർത്ത. ആ സാഹചര്യമാണ് ഇപ്പോൾ മാറിയിരിക്കുന്നത്. മോദി പിടിച്ച പിടിയിലേക്ക് ട്രംപിന് വരേണ്ടി വന്നു. വ്യാപാര കരാറാവുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുവീഴ്ചകൾ ചെയ്യണം. ആ വിട്ടുവീഴ്ചകളുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ ഒരു തുടക്കമാണ്. 2047 ഇന്ത്യ വികസിത രാജ്യമാവാനുള്ള ആ യാത്രയിലെ നിർണായകമായ ചുവടുവയ്പ്പാണ്. ഇതിൽ മോദിയെ അംഗീകരിച്ച മതിയാവൂ, ആദരിച്ച മതിയാവൂ. ഇതിനെതിരെ ബഹളം വെക്കുന്നവർക്ക് രാജ്യസ്നേഹമില്ല എന്ന് പറയാതെ നിവൃത്തിയില്ല.